എന്തായിരിക്കും നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ? ശരിക്കും നിങ്ങൾക്ക് അതൊരു ഷോക്കിംഗ് ആയിരിക്കില്ലേ? ഭൂമിക്കുണ്ടാവുന്ന ഈ ഷോക്കിനെ നമ്മൾ എന്താ പറയാ? എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. നിങ്ങളും കുട്ടികളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഡെമോ ക്ലാസിന്റെ ആദ്യം തന്നെ നന്നായാൽ ഇന്റർവ്യൂ ചെയ്യുന്നവരുടെ മുന്നിൽ നിങ്ങളുടെ ഡെമോ ക്ലാസ് ഒരു 90% നന്നായി എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്നിപ്പോ സോഷ്യൽ സ്റ്റഡീസിലെ ഒരു ചാപ്റ്റർ, ആ ചാപ്റ്റർ നേരിട്ട് പഠിപ്പിക്കുന്നതിന് പകരം കുട്ടികളുടെ മുന്നിൽ ആ ചാപ്റ്റർ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾ കുട്ടികളോട് ചോദിക്കുക, കുട്ടികളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം, അതായത് ഒരു നല്ല അനുഭവമല്ല, ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്ന് കുട്ടികളോട് ചോദിക്കുക. ഏതെങ്കിലും 1-2 കുട്ടികളെ കൊണ്ട് അവരുടെ അനുഭവങ്ങൾ ചെറിയ രീതിയിൽ ഒന്ന് പറയിപ്പിക്കുക. പിന്നീട് കുട്ടികളോട് ചോദിക്കുക, കുട്ടികളെ, ഞാനിപ്പോ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫാൻ പൊട്ടി താഴെ വീണു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ? ശരിക്കും നിങ്ങൾക്ക് അതൊരു ഷോക്കിംഗ് ആയിരിക്കില്ലേ? കുട്ടികൾ യെസ് മാം എന്ന് പറയും. അതുപോലെ കുട്ടികളെ, ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഈ ക്ലാസ് വല്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വിറച്ചുകൊണ്ടിരിക്കുകയാണ്, ആടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? അതായത് ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബേസ് ആണ് അല്ലെ, നമ്മൾ അതിനകത്താണ് ഇപ്പോ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ക്ലാസ് റൂം ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ഈ ക്ലാസ് റൂമിനുള്ളിൽ സംഭവിക്കുക? ഈ രീതിയിൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ചാപ്റ്ററിന്റെ മുഴുവൻ കാര്യങ്ങളും കുട്ടികൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. അതായത് കുട്ടികൾ പറയും, ടീച്ചറെ, നമ്മുടെ ക്ലാസ് ടീച്ചർ പറയുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ ഇളകിക്കൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ വിറച്ചുകൊണ്ടിരുന്നാല് നമ്മുടെ ഈ ക്ലാസ് റൂമിലെ ഡെസ്കും ബെഞ്ചും ഒക്കെ താഴെ വീഴും. അതുപോലെ ഫാനൊക്കെ പൊട്ടി താഴെ വീഴില്ലേ, ബിൽഡിംഗ് തന്നെ താഴെ വീഴും ടീച്ചറെ. അപ്പോ കുട്ടികൾ ഇങ്ങനെ ഓരോ കാര്യങ്ങള് പോയിന്റ് ആയിട്ട് പറയുമ്പോ നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസിൽ അത് ബോർഡിൽ എഴുതുക. പിന്നീട് നിങ്ങൾ ടീച്ചർമാർ കുട്ടികളോട് ചോദിക്കുക, കുട്ടികളെ, ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് റൂം മൊത്തം ഇളകിയാലുള്ള അല്ലെങ്കിൽ വിറച്ചാലുള്ള ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്തത് അല്ലെ. അപ്പൊ ഇതുപോലെ ഈ നാട് മൊത്തം അങ്ങനെ ആയാല് എന്താ സംഭവിക്കുക? കുട്ടികൾ പറയും, അങ്ങനെ സംഭവിച്ചാൽ ബിൽഡിംഗ് മൊത്തം പൊളിയും അല്ലെ, നാട്ടിലുള്ള ബിൽഡിങ്ങും വീടുകളും ഒക്കെ പൊളിയും, പിന്നെ ആളപായം ഉണ്ടാവും, പിന്നെ കറണ്ട് ഉണ്ടാവില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ പറയും. അപ്പൊ കുട്ടികളെ, നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള പല അനുഭവങ്ങളും നമുക്ക് മറക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതുപോലെ നമ്മളിപ്പോ പറഞ്ഞതുപോലെ ഈ ക്ലാസ് റൂം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്നു, അതുപോലെ നാട് മൊത്തം ഇങ്ങനെ വിറക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഇതൊക്കെ എവിടെയാണ് സംഭവിക്കുന്നത്? ശരിക്കും ഭൂമിയിൽ അല്ലെ, നമ്മൾ ഇരിക്കുന്ന ഭൂമിയിലാണ് ഈ വക കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോ ഭൂമിക്കും ഇതുപോലെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് ഇതിലൂടെ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. അപ്പൊ ഭൂമിക്ക് ഈ ഷോക്കിംഗ് ആയിട്ടുള്ള അനുഭവം കിട്ടുന്ന ആ ഒരു സംഭവത്തെ എന്താ പറയാന്ന് നിങ്ങൾക്കറിയോ? അതായത് ഭൂമിക്കുണ്ടാവുന്ന ഈ ഷോക്കിനെ നമ്മൾ എന്താ പറയാ? അപ്പൊ എനിക്ക് തോന്നുന്നു കുട്ടികളിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഈ ചാപ്റ്ററിന്റെ പേര് പറയാതിരിക്കില്ല. എർത്ത് ക്വേക്ക്, ഭൂമികുലുക്കം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരാണ് എർത്ത് ക്വേക്ക്, ഭൂമികുലുക്കം. എന്നിട്ട് നിങ്ങൾ ടീച്ചർമാർ അത് ബോർഡിൽ ഒന്ന് എഴുതിയിടുക. അതിനുശേഷം നിങ്ങൾ ടീച്ചർമാര് ഈ ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ഒക്കെ കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയിപ്പിച്ചുകൊണ്ട് ഈ ചാപ്റ്റർ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അതായത് ടീച്ചർ വളരെ കുറച്ച് സംസാരിക്കുക, കുട്ടികളെ കൊണ്ട് വളരെ കൂടുതൽ സംസാരിപ്പിക്കുക. അതാണ് നമ്മൾ ടീച്ചർമാര് ചെയ്യേണ്ടത്. അപ്പോ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ സെലക്ഷൻ കിട്ടും. ഇനിയിപ്പോ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടല്ല, ഓൾറെഡി നിങ്ങളൊരു ടീച്ചർ ആണെങ്കിൽ കൂടിയും ഈ ഒരു ചാപ്റ്റർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാട്ട് ഈസ് എർത്ത് ക്വേക്ക് എന്ന് ഡയറക്റ്റ് ചോദിക്കുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ ഈ ചാപ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കുട്ടികൾ അതായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. അപ്പോ ഡയറക്റ്റ് ക്ലാസ് എടുക്കാതെ എന്തെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തിട്ട് വേണം കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ എന്ന് ആഗ്രഹിക്കുന്ന ടീച്ചർമാർക്ക് ഈ ഒരു രീതി പ്രയോജനപ്പെടുത്താവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക്
വീണ്ടും കാണാം.